പപ്പാ അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പൊ ഇന്ന് ഇതാ നമ്മളൊരു ട്രിപ്പ് പോവാണേ. പോകുന്നത് നമ്മുടെ തൊട്ടടുത്ത ജില്ലയായ വയനാട്ടിലേക്കാണ് കേട്ടോ. കുറെ നാളായി വയനാട്ടിലേക്ക് ഒരു ട്രിപ്പ് പോകണമെന്ന് വിചാരിച്ചിട്ട്. അപ്പൊ ഇന്നാണ് ആ ഒരു അവസരം വന്നിട്ടുള്ളത്. ഞങ്ങളും കൂടെ അച്ഛനും അമ്മയാണുള്ളത്. രാവിലെ ഏകദേശം 5:30 തന്നെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇടയ്ക്കൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിർത്തിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എല്ലാവരും നല്ല ഉറക്കത്തിലാണ്. ഇനിയും കുറെ നേരം പോവാനും ഉണ്ട്. ഹലോ ഗൈസ്, ആശക്കുട്ടനെല്ലാം എണീച്ചിട്ടുണ്ട്. ഒരു ഉറക്കം കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കാനൊന്നും നിർത്തിയിട്ടല്ലേ. ഗൗരിക്കുട്ടി നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഏകദേശം 1 മണിക്കൂറിനടുത്ത് യാത്രയുണ്ട്. ആശുട്ടാ ക്ഷീണം പിടിച്ചു പോയാ? അപ്പോൾ ഗൗരിക്കുട്ടിക്കെല്ലാം ആകെ വല്ലാണ്ട്. ഗൗരിക്കുട്ടിക്ക് യാത്ര പൊതുവെ ഇഷ്ടമല്ല. അപ്പം ഇനി അവിടെ എത്തിയിട്ട് കാണാം. അപ്പൊ പിള്ളേർക്ക് പൊതുവെ യാത്ര അത്ര ഇഷ്ടമല്ല, പ്രത്യേകിച്ച് കാറിൽ. എന്താണെന്നറിയില്ല. അപ്പൊ ഗൈസ് നമ്മളിതാ വയനാട്ടിലെത്തിയിട്ടുണ്ട്. ഹാപ്പി അല്ലേ? അടിപൊളിയല്ലേ? ഗൗരിക്കുട്ടിക്ക് വലിയ മൂടൊന്നും വന്നിട്ടില്ല അല്ലേ? ഗൗരിക്കുട്ടി ശരിയായിട്ടില്ല. ആശുട്ടൻ ചോറായി, ഹാപ്പിയായി. അപ്പൊ നമ്മൾ അടിപൊളി ഒരു സ്ഥലത്ത് നിൽക്കുകയാണ് ഇപ്പൊ കേട്ടാ. എവിടെയല്ലോ ഭയങ്കര കാട് പോലത്തെ ഒരു സ്ഥലമാണ്. പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി. വണ്ടികളിങ്ങനെ ഓരോന്ന് പോകുന്നുണ്ട്. ഇതാ അപ്പോൾ ഒന്ന് പിള്ളേർക്കെല്ലാം ക്ഷീണം പിടിച്ചോണ്ടൊന്ന് റിലാക്സ് ചെയ്യാൻ വന്നതാണ്. അപ്പോൾ നല്ല അടിപൊളി സ്ഥലം. ഇവിടെയെല്ലാം ആനയൊക്കെ ഇറങ്ങലുണ്ടോ ആവോ? കാടാണ് ചുറ്റും. ഗൈസ് ഗൗരിക്കുട്ടി ഓക്കെ ഇല്ലേ? അപ്പൊ പിള്ളേരൊക്കെ ഒന്ന് സെറ്റാൻ വേണ്ടിയിട്ട്, ഒന്ന് ശുദ്ധവായു ഒക്കെ ശ്വസിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പുറത്തിറങ്ങിയതാട്ടോ. നല്ല ഭംഗിയുള്ള സ്ഥലം കണ്ടുകൊണ്ട് അവിടെ ഒന്ന് നിർത്തിയതാണ്. അപ്പൊ ഇവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചതാണ് ഞങ്ങൾ നേരെ പോയത് കുറുവ ദ്വീപിലേക്കാണ് കേട്ടോ. അവിടുന്ന് ഐസ്ക്രീം തട്ടുകയാണ് പോയപാട് തന്നെ. ഇവിടെ മെയിൻ ആയിട്ട് കാണാനുള്ളത് അപ്പുറത്തൊരു ദ്വീപ് പോലുള്ള ഒരു സ്ഥലമാണ്. അവിടത്തേക്ക് പോകണമെങ്കിൽ ഒരു ചങ്ങാടത്തിൽ പോകണം. പക്ഷെ കുട്ടിയൊക്കെ വല്ലാണ്ട് ക്ഷീണം പിടിച്ചിട്ടുണ്ടായിരുന്നു. ആശൂട്ടനൊന്നും ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ ധാരാളം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെ നിന്ന് അങ്ങോട്ട് കടന്നു പോകാനൊന്നും നോക്കിയില്ല. ഞങ്ങൾ കുറെ നേരം അവിടെ ഇരുന്നിട്ട് തന്നെ റിലാക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്ന് സെറ്റായതിനു ശേഷമായിരുന്നു അവിടെ നിന്ന് എണീറ്റത്. ഇപ്പൊ നമ്മൾ ഇതാ കുറുവ ദ്വീപിലെത്തിയിട്ട് തിരിച്ചു വരികയാണ്. ഇനി നെക്സ്റ്റ് എവിടെയാ പോകുന്നതെന്ന് അറിയില്ല, നമുക്ക് നോക്കാം. അപ്പൊ കുറുവ ദ്വീപിന് നമ്മൾ നേരെ വണ്ടി വിടാൻ പോവാണ്. ഇനി ബാണാസുര ഡാം കാണാനാണ് പോകേണ്ടത്. അപ്പൊ ഇവിടുന്ന് ഒരുപാട് നേരം ഓട്ടം ഉണ്ട്. ഈ വയനാട്ടിലെ മെയിൻ ആയിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് അതാണ് എല്ലാവരും പറഞ്ഞത്. അതായത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്ത് എത്തിച്ചേരണമെങ്കിൽ ഒരുപാട് ദൂരം യാത്ര ചെയ്യണമെന്ന്. പക്ഷെ വയനാട്ട് പോകണമെന്ന് ഞാൻ പണ്ടേ വിചാരിച്ചൊരു കാര്യമായിരുന്നു. അതുകൊണ്ടായിരുന്നു ഇതാ ഇന്ന് ഇറങ്ങി തിരിച്ചിട്ടുണ്ടായിരുന്നത്. ബാണാസുര ഡാം എത്തുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളൊരു ഹോട്ടലിൽ കയറി ഫുഡൊക്കെ കഴിച്ചു. അവിടുന്ന് വണ്ടി വിട്ട പിന്നെയാണ് ഇതാ ഇങ്ങനെ ഒരു വണ്ടി ഞങ്ങളുടെ മുമ്പിലായിട്ട് പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് കേട്ടോ. വണ്ടി കാണുന്നേ ഉണ്ടായിരുന്നില്ല, ഫുള്ളും അതിൽ ലോഡ് മാത്രമായിരുന്നു. അങ്ങനെ ഇതാ ഞങ്ങൾ സൈറ്റിൽ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഇനി കുറച്ച് നടക്കണം ഡാം കാണണമെങ്കിൽ. ഫുഡൊക്കെ കഴിച്ചതുകൊണ്ട് തന്നെ എല്ലാവരും ആക്റ്റീവാണ്. നടക്കാനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. ഫുഡൊക്കെ നല്ല അടിപൊളിയായിരുന്നു. മാത്രമല്ല അവിടുന്ന് കഴുകേണ്ട വെള്ളം പോലും നല്ല തണുപ്പായിരുന്നു. അതും നല്ല ഉച്ച സമയത്ത്. കണ്ണൂരിൽ നിന്ന് വന്ന ഞങ്ങളുടെ എക്സ്പ്രഷൻ കണ്ടപ്പോൾ തന്നെ അവർ ചോദിച്ചു നിങ്ങൾ എവിടുന്നാ വരുന്നതെന്ന്. ഇങ്ങനെ ഒരു തണുത്ത വെള്ളമൊന്നും ഈ സമയത്ത് ഞങ്ങളുടെ നാട്ടിൽ കിട്ടൂലല്ലോ. സമയം ഉച്ച 1 മണിയായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ബാണാസുര ഡാമിൽ എത്തിയിട്ടുണ്ട്. നല്ല കത്തുന്ന വെയിലാണ്. നോക്കാം, മേലെ കയറാനുണ്ട്, നമുക്ക് കയറി നോക്കാം. ഒരു വെയിലാണ് ഗൈസ്. പക്ഷെ നല്ല കാറ്റുള്ളതുകൊണ്ടൊന്നും അറിയുന്നില്ല കേട്ടോ. ചാച്ചനും അമ്മാമ്മയും പിറകിൽ നിന്ന് നടന്ന് വരുന്നുണ്ട്. മന്ദം 2 വഴിപോക്കർ ഇവിടെ നിൽക്കുന്നുണ്ട്. ആരാ ക്ഷീണമൊന്നും അറിയുന്നില്ല. നമ്മൾ ഫുഡ് കഴിച്ചിട്ട് വന്നോണ്ട്, ഫുഡ് കഴിക്കാണ്ട് വരാനായിരുന്നു ആദ്യം വിചാരിച്ചേ. പക്ഷെ ഫുഡ് കഴിച്ച് വന്നോണ്ട് ഇപ്പൊ എന്തായി, നല്ല സുഖമുണ്ട്, നല്ല കാറ്റുണ്ട്, തൊപ്പിയെല്ലാം മാറിപ്പോകുന്നുണ്ട്. അപ്പൊ പറഞ്ഞ പോലെ തന്നെ നമ്മൾ മേലേക്ക് കയറി പോവാണ്. നല്ല കാറ്റുണ്ട്. അതുകൊണ്ട് തന്നെ വെയിലിന്റെ യാതൊരു ക്ഷീണവും അറിയുന്നുണ്ടായിരുന്നില്ല. നേരത്തെ പറഞ്ഞല്ലോ ഫുഡ് കഴിക്കാണ്ട് വരാനായിരുന്നു ആദ്യം വിചാരിച്ചത്. പക്ഷെ ഫുഡ് കഴിച്ചതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇപ്പൊ ഇങ്ങനെ നടക്കാൻ പറ്റുന്നത്. ഇല്ലെങ്കിൽ എല്ലാരും എടുത്തോണ്ട് വരേണ്ട സ്ഥിതി ആവുമായിരുന്നു. ദൈനീ സ്റ്റെപ്പ് മുഴുവൻ നമുക്ക് കയറേണ്ടതുണ്ട് കേട്ടോ. സ്റ്റെപ്പ് കയറി പോവാട്ടോ. പകുതി എത്തി. ഇനി ഉണ്ട് പകുതി. കയറിക്കൊണ്ടിരിക്കാം. എല്ലാ സ്ഥലത്തും വരുമ്പോൾ നിങ്ങളുണ്ടല്ലോ. അങ്ങനെ ഒരുവിധം
മേലെത്തി. മേലെ എത്തിയത് അവിടെ നല്ല കാഴ്ചയായിരുന്നു. ഒരുപാട് ആൾക്കാരും ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ കാറ്റ് കൊണ്ട് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അമ്മാതിരി കാറ്റായിരുന്നു. നല്ല സുഖം ഉണ്ടായിരുന്നു കേട്ടോ അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങളെല്ലാവരും കുറേ നേരം അവിടെ കാറ്റും കൊണ്ട് അങ്ങനെ നിന്നു. ഇന്ന് പോയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം കൂടിയാണിത് കേട്ടോ. ഈ ഡാമിനെ കുറിച്ച് കുറെ കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. ആദ്യമായിട്ടാണല്ലോ ഇങ്ങോട്ട് വരുന്നത്, അതുകൊണ്ട് തന്നെ നല്ല സന്തോഷമുണ്ട് കേട്ടോ. അപ്പൊ കുറെ ആൾക്കാർ ഇത് അവിടെ ഇവിടെ ആയിട്ട് ഇരുന്ന് റിലാക്സ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇവിടെ ഒരു പാർക്കും ഉണ്ട്. അപ്പൊ അതിൽ ഏറ്റവും ത്രില്ലിംഗ് ആയിട്ട് തോന്നിയത് ഇവിടെ ഒരുപാട് ഊഞ്ഞാലുണ്ടായിരുന്നു കേട്ടോ. അതിൽ കൂടുതൽ ഊഞ്ഞാലുകളിൽ ഇരുന്ന് ആടുന്നത് വലിയ ആൾക്കാരായിരുന്നു. പലരും അവരുടെ ഊഴം കാത്തിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം വലുതാവുന്നതിനെ കുട്ടികളുടെ മനസ്സാണെന്നാണല്ലോ പറഞ്ഞു വരുന്നത്. അതിന്റെ ഇടയിൽ ആശുക്കുട്ടനും ഊഞ്ഞാലൊക്കെ ആടിയിട്ടൊന്ന് വീണിട്ടൊക്കെ ഉണ്ടായിരുന്നേ. പാർക്കിലൊക്കെ അത്യാവശ്യം നല്ല തിരക്കിനെ ഉണ്ടായിരുന്നു. ഇവിടെ കാണുന്ന കാഴ്ച അതിമനോഹരമാണ്. ഇതാ ദൂരെ ഒരു ബോട്ടൊക്കെ പോകുന്നുണ്ട്. പിള്ളേർ ഇതാ മരത്തിന്റെ മേലൊക്കെ കയറി കളിക്കുകയാണ്. ഇപ്പോഴാണ് രണ്ടാളും ഒന്ന് ഉഷാറായത് കേട്ടോ. ബാണാസുര ഡാമിൽ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. അടുത്ത് കാണുന്നില്ല നിന്നെയൊന്നും. നല്ല വെയിലുണ്ട്. പക്ഷെ എന്നാലും കുഴപ്പമില്ല അല്ലേ, നല്ല കാറ്റുമുണ്ട്. നമ്മളിത് ഇവിടുന്ന് കുറച്ച് സമയം ഇരുന്ന് ഊഞ്ഞാലാടി. ആശൂട്ടൻ ഊഞ്ഞാലാടി വീണു. എന്നിട്ട് ഇതാ ഇറങ്ങിയിട്ടുണ്ട്. കയറാനേ വിഷമമുള്ളല്ലോ, എനിക്ക് ചെയ്യാൻ ഈസി ആയിരിക്കും അല്ലേ. വയനാടിന്റെ ചരിത്രമൊക്കെ സിജുവേട്ടൻ ഇത് അച്ഛൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്താണ് അവ പറയുന്നത് ഒന്നും അറിയില്ല. നിര നിരയായി വരി വരിയായി പിറകില് വരുന്നുണ്ട് ഒരാള്. ഇവിടുന്ന് ഓടിപ്പോയാല് പിന്നെ ബ്രേക്ക് കിട്ടൂല. കുത്തനെയുള്ള സ്ഥലമാണ്. അപ്പൊ ഓടിപ്പോയാൽ പിന്നെ ബ്രേക്ക് കിട്ടൂല. അപ്പൊ അങ്ങനെ ഇതാ നമ്മൾ താഴെ എത്തിയിട്ടുണ്ട് കേട്ടോ. അമ്മയും അച്ഛനും ഒക്കെ വരുന്നതേ ഉള്ളൂ. പൊളി വൈബായിട്ട് ഇതാ ഒരു മലയാളി ടീംസ് ആയതട്ടോ. അവിടെ താഴെ തന്നെ ഒരു പാർക്കും ഉണ്ട്. ആശൂട്ടൻ നേരെ പാർക്കിലേക്ക് കയറി കളിക്കുകയാണ്. നല്ല വെയിലുണ്ട്, പക്ഷെ ആൾക്ക് അതൊന്നും ഒരു മൈൻഡും ഇല്ല കേട്ടോ. എന്തായാലും ഈ ഡാമും പരിസരമൊക്കെ വളരെ മനോഹരമായിട്ടുണ്ട്. മാത്രമല്ല കുട്ടികൾക്ക് കളിക്കാനൊക്കെ ഒരുപാട് സൗകര്യങ്ങളുണ്ട്. ഇവിടെ കുറച്ചു നേരം കൂടി ഇരിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ ഞങ്ങൾക്ക് ഇനി യാത്രയുണ്ടല്ലോ എന്ന് ഓർത്തിട്ടായിരുന്നു അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. കാരണം അവിടെ കാറ്റും കൊണ്ടിരിക്കാൻ വളരെ സുഖമായിരുന്നു. അങ്ങനെ കുട്ടികളെ കളിയൊക്കെ കണ്ടിട്ട് ഞങ്ങളിതാ കുറച്ചു നേരം കൂടി അവിടെ ഇരുന്നു. അവിടുന്ന് കയറിയത് അച്ഛനും അമ്മയും വീണ്ടും നല്ല ഉറക്കത്തിലാണ്. പിന്നെ ഞങ്ങൾ നേരെ പോയത് പൂക്കോട് തടാകത്തിലേക്കായിരുന്നു. അവിടെയും നല്ല തിരക്കായിരുന്നു. പ്രത്യേകിച്ച് ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് ഈ ഹോളിഡേയ്സിൽ ട്രിപ്പ് വരുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കൂടുതലായിരിക്കുമല്ലോ. കുറെ ഇത് ചുറ്റി നടന്ന് കാണാനുണ്ട്. പക്ഷെ ഞങ്ങൾ അധികം ദൂരമൊന്നും പോയില്ല. കുറെ നേരം അവിടെ തന്നെ ഇരുന്നു. പിന്നെ എവിടെ തിരിഞ്ഞാലും ഈ ഒരു ലേക്ക് തന്നെയാണല്ലോ കാണേണ്ടത്. പിന്നെ സമയക്കുറവുകൊണ്ട് ഞങ്ങൾ വേഗം അവിടുന്ന് വരികയായിരുന്നു കേട്ടോ. പൂക്കോട് ലേക്കുന്നത് നമ്മൾ ഇറങ്ങുകയാണേ. പെട്ടെന്ന് വെയിലെല്ലാം പോയി, ലേറ്റായി ഓൾറെഡി. എനിക്ക് പറ്റുകയാണെങ്കിൽ ഒരു സ്ഥലത്തു കൂടി പോകാനുണ്ട്. അതെവിടെയാന്ന് വഴിയെ കാണാൻ കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഇറങ്ങാം. ഓക്കെ, ബൈ. അപ്പൊ പറ്റുകയാണെങ്കിൽ ഒരു സ്ഥലത്തുകൂടി പോകണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ആ സ്ഥലത്തേക്ക് തന്നെയാണ് വെച്ച് പിടിക്കാൻ പോകുന്നത്. പോയാൽ കാണാൻ പറ്റുമെന്ന് യാതൊരുവിധ ഉറപ്പും ഇല്ലാത്തൊരു സ്ഥലത്തേക്കാണ് കേട്ടോ ഇപ്പൊ പോകുന്നത്. വയനാട് പോയ എല്ലാവരും കരിന്തണ്ടന്റെ ഈ സ്റ്റാച്യു ഉള്ള സ്ഥലം കണ്ടിട്ടുണ്ടാവും അല്ലേ. ഞങ്ങളും കാർ എന്ന് കുട്ടികളോടൊക്കെ അവിടെ ഒരു പ്രേതത്തിന്റെ സ്ഥലമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞത് ഇഷ്ടമാവാത്തത് പോലെ തന്നെ ഇവിടെ എത്തി കാറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ എന്റെ കാലൊന്ന് സ്ലിപ്പായിട്ടുണ്ടായിരുന്നു. കാലിന്റെ പടം മറിഞ്ഞതുപോലെ ആയിട്ട് എനിക്ക് അത്യാവശ്യം നല്ല വേദന എടുത്തിട്ടുണ്ടായിരുന്നു. എന്തായാലും അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ടാണ് വിട്ടത് കേട്ടോ. അപ്പൊ വീണ്ടും നമ്മളിതാ യാത്ര തുടങ്ങിയിട്ടുണ്ട്. ഇനി പോകുന്ന വഴിക്കൊക്കെ വളരെ മനോഹരമായ കാഴ്ചയാണ് കേട്ടോ. ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ, നിറയെ തേയിലപ്പാടങ്ങളൊക്കെ ആയിട്ട് കുന്നുപോലെയുള്ള സ്ഥലങ്ങളാണ് ഇവിടെയൊക്കെ. പ്രകൃതിയുടെ സൗന്ദര്യമൊക്കെ നമ്മളെ പോലുള്ളവർ ആഘോഷിക്കുമ്പോഴും അത് ദുരന്തമായിട്ട് മാറുന്ന ഒരു വിഭാഗം കൂടി ഉണ്ടല്ലോ ഇവിടെ. ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, അത് തന്നെ നമ്മുടെ വയനാട് ചൂരൽമല മുണ്ടക്കൈ ഭാഗത്തേക്കാണ് ഇപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ എത്രത്തോളം ചെറുതാന്ന് കാണിച്ചു തന്ന ആ ദുരന്ത ഭൂമി ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. പക്ഷെ കാണാൻ പറ്റുമെന്ന് യാതൊരുവിധ ഉറപ്പും ഉണ്ടായിരുന്നില്ല. എന്തായാലും വയനാട് വന്ന സ്ഥിതിക്ക് അവിടം കൂടി കാണണമെന്ന് വിചാരിച്ചിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. പോകുന്ന വഴിക്കൊക്കെ വളരെ മനോഹരമായ കാഴ്ചകളും പാർക്കുകളും ബ്രിഡ്ജുകളും റിസോർട്ടുകളും ഒക്കെ കാണാൻ കഴിഞ്ഞു. നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലം ഏതാന്ന് അറിഞ്ഞപ്പോ തന്നെ ഉള്ളുന്നൊരു കാളലായിരുന്നു.
കാരണം മുമ്പ് വയനാട് മണ്ണിടിച്ചിലുണ്ടായ സ്ഥലം പുത്തുമലയിലെ കൂടിയാണ് കേട്ടോ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മണ്ണൊക്കെ മാറിയത് അവിടെ പുല്ലുകളും കാടുകളും ഒക്കെ വളർന്നിട്ടുണ്ട്. എന്നാലും ഒരു ദിവസം വലിയ കല്ലുകളും പാറകളും ചെളിയും ഒക്കെ ഉരുണ്ടു വന്ന ഒരു സ്ഥലമാണല്ലോ ഇതെന്ന് ഓർക്കുമ്പോൾ എന്തോ മനസ്സിൽ വല്ലാത്തൊരു ഭയം തോന്നിയിരുന്നു. എന്നാൽ ഇപ്പൊ അവിടുത്തെ റോഡൊക്കെ ശരിയായിട്ടുണ്ട്. ഒരുപാട് വാഹനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. അന്ന് ടി വിയിലും പത്രങ്ങളിലൊക്കെ വളരെ ഭയത്തോടെ മാത്രം കണ്ട സ്ഥലത്തൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വലിയ ജയന്റ് ഊഞ്ഞാലുകളൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അത്രയും ടൂറിസ്റ്റുകൾ ഇപ്പോഴും ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളിപ്പോ ഏകദേശം മുണ്ടക്കൈ ചൂരൽമല ഭാഗത്ത് എത്താറായി കേട്ടോ. ഇതോടൊക്കെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ എത്തിയപ്പോൾ പോലീസ് ഇവിടെ തടഞ്ഞു വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ എത്തിയപ്പോഴേക്കും 6 മണിയായി. ഏകദേശം 5 മണിയോളം അവർ ഉള്ളിലേക്ക് ആൾക്കാരെ വിടുന്നുണ്ടായിരുന്നെന്നാണ് പറഞ്ഞത്. ഉള്ളിൽ പോയവരൊക്കെ തിരിച്ചു വരുന്നുണ്ടായിരുന്നു. അവിടെ ഒരു നല്ല മനുഷ്യനെ ഞങ്ങൾക്ക് കാണാൻ പറ്റി. അദ്ദേഹം പറഞ്ഞത് നാളെ രാവിലെ വന്നാൽ കയറ്റി വിടുന്നായിരുന്നു. പക്ഷെ എന്ത് തന്നെയായാലും നാളെ രാവിലെ വിടുവോ എന്നുള്ളത് ഒരു സംശയത്തിന്റെ മുന്നിൽ തന്നെയായിരുന്നു. പിന്നെ റിസോർട്ട് എടുത്ത് നിന്നിട്ട് വെറുതെ ആവണ്ടാന്ന് വെച്ച് ഞങ്ങൾ അവിടെ നിന്ന് വിടുകയായിരുന്നു. മാത്രല്ല എന്തോ ഒരു ഭയം ഞങ്ങളുടെ ഉള്ളിൽ വല്ലാതെ അലട്ടുന്നുണ്ടായിരുന്നു. ഇപ്പൊ അവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിലും ഞങ്ങളുടെയൊക്കെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമായിരുന്നു കേട്ടോ. അത് തന്നെ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ശരിക്കും. ഞങ്ങളിൽ നിന്നും ഇപ്പൊ ഒരു വിളിപ്പാടകലെ ഒരുപാട് പേര് മരിച്ചു വീണ ഒരു ദുരന്ത ഭൂമിയാണ്. അവിടെ ഇപ്പൊ ആൾതാമസം അധികം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പൊ ആനയൊക്കെ ഇറങ്ങുന്ന ഒരു സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് കൂടിയാണ് പോലീസ് ഇപ്പൊ അങ്ങോട്ട് തീരെ കടത്തി വിടാത്തത്. അവിടുത്തെ ആ ഒരു മനുഷ്യൻ പറഞ്ഞത് കേട്ടിട്ടായിരുന്നു ഞങ്ങൾ അടുത്തൊരു സ്ഥലത്തേക്ക് പോയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ദുരന്തത്തിൽ മരിച്ച ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നല്ലോ, അവരുടെയൊക്കെ ബോഡി അടക്കിയ ഒരു സ്ഥലമായിരുന്നു അത്. അത് ഏകദേശം ആ പുത്തുമലയുടെ അടുത്തോട്ടായിട്ട് വരും. ഇവിടെ എപ്പോഴും ആർക്കും വന്ന് കാണാട്ടോ. ഞങ്ങൾ ഇവിടെ എത്തുമ്പോഴേക്കും വേറെ ആരും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല ആ ഒരു പ്രദേശത്തെ ഇരുട്ടും ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന മലകളൊക്കെ കാണുമ്പോൾ ഞങ്ങളുടെ ഉള്ളിൽ നിന്ന് ഭയം വിട്ടുമാറുന്നേ ഉണ്ടായിരുന്നില്ല. ഇവിടേക്ക് വരുമ്പോൾ കിലോമീറ്ററുകൾ മുമ്പേ തന്നെ ആ ഒരു പ്രകൃതിയുടെ ഭീകരത നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. മനം മയക്കുന്ന സൗന്ദര്യത്തോടൊപ്പം മറ്റെന്തൊക്കെയോ ഉള്ളിൽ വെച്ചിരിക്കുന്ന ഒരു പ്രകൃതി. ചിലപ്പോൾ നല്ല സൂര്യപ്രകാശം കിട്ടും, തൊട്ടടുത്ത നിമിഷം അതൊരു ഇരുണ്ട അന്തരീക്ഷമാവും. നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ വയനാട് ചൂരൽമല ദുരന്തത്തിൽ മരിച്ചവരുടെ ഒരു ശ്മശാനത്തിൻ്റെ അടുത്തുള്ളത് കേട്ടോ. ഇവിടെ ഒരു 400 സംതിങ് എത്രയോ പേരുടെ മൃതദേഹങ്ങൾ അടക്കി എന്നാണ് പറഞ്ഞത്. അവിടെ ഹിന്ദു ഇല്ല, മുസ്ലിം ഇല്ല, ക്രിസ്ത്യൻ ഇല്ല, എല്ലാവരും ഒരുപോലെ അടക്കിയിട്ടുണ്ട്. കാണുമ്പോൾ നല്ല വിഷമമുള്ളൊരു കാഴ്ചയാണ്. ഞങ്ങൾ ഏറെ വൈകിട്ടുണ്ടായിരുന്നു ഇവിടെ എത്തിയിട്ടതാ. ഒരുപാട് ലേറ്റായി. ചൂരൽമലയിൽ അങ്ങോട്ട് കടക്കാൻ വിട്ടിട്ടില്ല. അവിടെ പോലീസിൻ്റെ സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ അവിടെ നിന്ന് ഒരാളാണ് പറഞ്ഞത് ഇവിടെ ഇങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ടെന്ന്. അപ്പോൾ നേരെ ഇങ്ങോട്ട് വന്നു. അപ്പോൾ എന്തായാലും ഇത് കണ്ടിട്ട് വല്ലാത്തൊരു ഫീലിംഗ് ആണ്. പോവാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മളിതാ പുത്തുമലയിൽ തന്നെയാണുള്ളത്. ഇതിലൂടെ തന്നെയാണ് തിരിച്ചു പോകേണ്ടത്. അപ്പോൾ ഇതാണ് പുത്തുമല. നമ്മൾ പണ്ട് ഇതിന് മുമ്പ് ഉണ്ടായ ഒരു ലാൻഡ് സ്ലൈഡിൽ ഉണ്ടായ ആ ഒരു സ്ഥലമാണിത്. ഇതിപ്പം ഒരുപാട് പുല്ലും കാടൊക്കെ വളർന്നിട്ട് നമുക്ക് ആ ഒരു ഇതൊന്നും മനസ്സിലാവുന്നില്ല ഇപ്പം. പക്ഷെ എന്നാലും ഇപ്പോഴും അതിൻ്റെ ആ ഒരു എഫക്റ്റ് ഇവിടെ കാണാനുണ്ട്. അപ്പോൾ അവിടെ ഒരു പാലം വന്നിട്ടുണ്ട്. ചൂരൽമലയും പുത്തുമലയൊക്കെ പോലെ ഒരുപാട് മലകൾ ഇനി ഇവിടെ ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ കാണാൻ വളരെ മനോഹരമാണെങ്കിലും ഇനിയൊരു അപകടം ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ഇവിടെ നിൽക്കുമ്പോൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു പോവാണ്. ഒരു കാലത്ത് തല ഉയർത്തി നിന്ന മലയിടിഞ്ഞു വന്നിട്ടുള്ള മണ്ണാണ് നമ്മളിപ്പോൾ നിൽക്കുന്നതിന്റെ അടിയിൽ. അതിന്റെ അടിയിൽ ജീവനും സ്വപ്നങ്ങളൊക്കെ നഷ്ടമായ കുറെ പേരും. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ദുരന്തമായിരുന്നു ചൂരൽമലയിലേത്. പ്രകൃതിക്ക് മുമ്പിൽ നമ്മൾ എത്ര ചെറുതാന്ന് കാണിക്കുന്ന ഒരു ദുരന്തം. അന്ന് മരിച്ചവര് വെറും നമ്പറുകൾ മാത്രമായിട്ട് മണ്ണിൽ ഉറങ്ങാണ്. അവരുടെ വീടുകളും സ്വപ്നങ്ങളും മണ്ണിനടിയിലാണ്. ഇനിയും ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രിയ സഹോദരങ്ങൾക്ക് നിത്യശാന്തി നേർന്നുകൊണ്ട് ഏറെ സങ്കടത്തോടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.